ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഐഗൺ ഫംഗ്ഷൻ ഓഫ് ഹൈഡ്രജൻ ലൈക്ക് ആറ്റം ആയിരുന്നു. നമ്മൾ ഏത് സിസ്റ്റം എടുത്താലും എന്ത് പഠിച്ചിട്ടുണ്ട്? ഐഗൺ വാല്യൂ എന്താണ്, അല്ലെങ്കിൽ എന്താണ് അതിനെ പറയുന്നത്, എനർജി എന്താണെന്ന് എല്ലാ സിസ്റ്റത്തിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെ ഈ ഹൈഡ്രജൻ ലൈക്ക് ആറ്റത്തിന്റെ കേസിലും നമ്മൾ എന്ത് പഠിക്കാൻ പോവാണ്? അതിന്റെ ഐഗൺ വാല്യൂ അല്ലെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് ആറ്റത്തിന്റെ എനർജി എന്താണ്, അതാണ് ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ ഡെറിവേഷനിലോട്ട് നമുക്ക് കിടക്കാം. നമ്മൾ ഈ ഐഗൺ ഫംഗ്ഷൻ ഡിറൈവ് ചെയ്തപ്പോൾ ചില കോൺസ്റ്റന്റുകൾ യൂസ് ചെയ്യാനായിട്ട് ഇടയായി. ഏതാ ഒരു കോൺസ്റ്റന്റ് നമ്മൾ ജസ്റ്റ് തുടങ്ങിയിരുന്നു. അതായത് ഡെൽറ്റ സി ഈക്വൽ ടു മ്യൂ സെഡ് ഇ സ്ക്വയർ ബൈ 4 പൈ എപ്സിലോൺ 0 എച്ച് ക്രോസ് സ്ക്വയർ ആൽഫ. ഇങ്ങനൊരു പാരാമീറ്റർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് നമ്മൾ ഐഗൺ ഫംഗ്ഷൻ ഡിറൈവ് ചെയ്തപ്പോൾ ഉപയോഗിച്ചിരുന്നു. നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇത് കുറച്ച് പേജ് ബാക്കിലോട്ട് മറിച്ച് നിങ്ങൾക്ക് അത് കാണാം. പുതിയൊരു ടേം അല്ല, ഐഗൺ ഫംഗ്ഷൻ ഡിറൈവ് ചെയ്തപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് ആണ്. അതേപോലെ നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊടുത്തിരുന്നു, ആൽഫ സ്ക്വയർ ഈക്വൽ ടു -2 മ്യൂ ഇ ബൈ എച്ച് ക്രോസ് സ്ക്വയർ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഐഗൺ വാല്യൂ അല്ലെങ്കിൽ എനർജി ആണ്. അപ്പൊ എനർജി ഈക്വൽ ടു ഇവിടുന്ന് എന്താ വരാ? ഇ ഈക്വൽ ടു ഈ എച്ച് ക്രോസ് സ്ക്വയർ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ എന്താ വരും? ആൽഫ സ്ക്വയർ എച്ച് ക്രോസ് സ്ക്വയർ ബൈ -2 മ്യൂ. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈനിവിടെ നിർത്തി ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയി. ഇനി ഇതൊരു ക്വാണ്ടം നമ്പേഴ്സ് എന്ന രീതിയിൽ നമുക്ക് n എന്നത് കൊടുക്കാം. ലെറ്റ് ഇറ്റ് ബി n. അപ്പൊ മാറ്റി ഏതാണ്? മ്യൂ സെഡ് ഡി സ്ക്വയർ ബൈ 4 പൈ എപ്സിലോൺ 0 എച്ച് ക്രോസ് സ്ക്വയർ ആൽഫ. ഇനി ഇവിടുന്ന് ആൽഫ എന്താന്ന് എഴുതിയ ഈ ഇക്വേഷനിൽ നിന്ന്? ആൽഫനെ ഇങ്ങോട്ട് കൊണ്ടുവരാ, എന്നിനെ ഇങ്ങോട്ട് കൊണ്ടുവരാ, അത്രേ ഉള്ളൂ. അപ്പൊ ആൽഫ ഈക്വൽ ടു മ്യൂ സെഡ് ഡി സ്ക്വയർ ബൈ 4 പൈ എപ്സിലോൺ 0 എച്ച് ക്രോസ് സ്ക്വയർ. ആ എന്നിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, n. നമുക്ക് ഇവിടെ വേണ്ടത് എന്താ? ആൽഫ സ്ക്വയർ ആണല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഈ ടേമിനെ സ്ക്വയർ ചെയ്യാം. അപ്പൊ ആൽഫ സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? മ്യൂ സ്ക്വയർ സെഡ് സ്ക്വയർ. ഇവിടെ ഈ സ്ക്വയർ ഉണ്ട്, അപ്പൊ എന്താ? ഇ റേസ് ടു 4 ബൈ 4 പൈ എപ്സിലോൺ 0 4 സ്ക്വയർ പൈ സ്ക്വയർ എപ്സിലോൺ 0 സ്ക്വയർ എച്ച് റേസ് ടു 4 n സ്ക്വയർ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് ആൽഫ സ്ക്വയർ ഇൻ ഈ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ എന്ത് ചെയ്യുക? ഇ എന്ന് പറഞ്ഞ ഈ ഇക്വേഷനിൽ ആൽഫ സ്ക്വയറിന് കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ഇ ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2 മ്യൂ ആണ് അവിടെ ഉള്ളത്. ഇനി നമ്മുടെ ഈ ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മ്യൂ സ്ക്വയർ സെഡ് സ്ക്വയർ ഇ റേസ് ടു 4 ബൈ 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 പൈ സ്ക്വയർ എപ്സിലോൺ 0 സ്ക്വയർ എച്ച് ക്രോസ് റേസ് ടു 4 n സ്ക്വയർ. ഇനി എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ടേമിൽ ക്യാൻസൽ ചെയ്യാം. എച്ച് ക്രോസ് സ്ക്വയറും ഇവിടെ പോയി സ്ക്വയർ വന്നു, മ്യൂ പോയി സ്ക്വയർ വന്നു. ബാക്കി എന്താ ഉള്ളത്? മൈനസ് മ്യൂ സെഡ് സ്ക്വയർ ഇ റേസ് ടു 4 ബൈ 16 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 32 പൈ സ്ക്വയർ എപ്സിലോൺ 0 സ്ക്വയർ എച്ച് ക്രോസ് സ്ക്വയർ n സ്ക്വയർ. കിട്ടിയ എല്ലാവർക്കും? ഇത് നമ്മൾ ഇങ്ങനെയല്ല ശരിക്കും ഹൈഡ്രജൻ ലൈക്ക് ആറ്റത്തിന്റെ ഇങ്ങനെ പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇ ഈക്വൽ ടു മൈനസ് ഹാഫ് സെഡ് സ്ക്വയർ ബൈ n സ്ക്വയർ. ഇങ്ങനത്തെ ഒരു ഫോർമുല ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഓർക്കുന്നുണ്ടോ? ബാൾമർ സീരീസ്, ഫാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആറ്റോമിക് സ്ട്രക്ചർ പഠിച്ചപ്പോ ഹൈഡ്രജൻ ആറ്റത്തിന്റെ
-12 z² / n². അതിനോട് സിമിലർ ആണ്, നോക്കിക്കേ, z²n². ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടേം ആണ്. പിന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം, മൈനസ്, അത് ഏതിലും കുഴപ്പമില്ല, ഇവിടെ വെച്ച് നിങ്ങൾക്ക് അവസാനിക്കാം. അപ്പൊ എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു -z² / n². ഇതിനെയാണ് എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത്. എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു -z² / n². ബാക്കി എല്ലാ ടേംസും ഇതിൽ എന്താണ്, കോൺസ്റ്റന്റ് ആണ്. ക്ലിയർ ആയോ പറഞ്ഞത്? ക്ലിയർ ആണ് മിസ്. അപ്പൊ ഇതാണ് ഐഗൺ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഐഗൺ വാല്യൂ. അപ്പൊ എക്സാമിന് വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിന്റെ ഫുൾ ഡെറിവേഷൻ സാധാരണ ഞാൻ ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പൊ സാധാരണ പറയും, അപ്ലൈ ദ Schrödinger equation to hydrogen like atom, separate it into r, theta and phi equation. അപ്പൊ അതുവരെ നമുക്ക് അറിയാം നമ്മൾ എന്ത് ചെയ്യണം, ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസിൽ Schrödinger equation അപ്ലൈ ചെയ്ത് r ഇക്വേഷനും തീറ്റ ഇക്വേഷനും phi ഇക്വേഷൻ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ, ഫൈൻഡ് ദ സൊല്യൂഷൻ ഫോർ തീറ്റ ഇക്വേഷൻ അല്ലെങ്കിൽ r ഇക്വേഷൻ അല്ലെങ്കിൽ phi ഇക്വേഷൻ. അപ്പൊ ഏതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, അതിന്റെ നമ്മൾ എന്ത് കാണണം, ഡെറിവേഷൻ ചെയ്യാം, സൊല്യൂഷൻ കണ്ടുപിടിക്കുക, ഐഗൺ ഫംഗ്ഷനും ഐഗൺ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ ഇതാണ് മേജർ ആയിട്ട് ഈ മൊഡ്യൂളിൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഹൈഡ്രജൻ ലൈക്ക് ആറ്റത്തിന്റെ Schrödinger ഇക്വേഷനിലെ ഐഗൺ ഫംഗ്ഷനും ഐഗൺ വാല്യൂ കണ്ടുപിടിക്കുക. ഇനി ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഉഹൽബെക്ക് ആൻഡ് ഗോഡ്സ്മിത്ത് പോസ്റ്റുലേറ്റ്. ഞാൻ എഴുതാട്ടോ. ഉഹൽബെക്ക് ആൻഡ് G ആണ്, ഗോഡ്സ്മിത്ത് പോസ്റ്റുലേറ്റ്. ഉഹൽബെക്ക് ആൻഡ് ഗോഡ്സ്മിത്ത് പോസ്റ്റുലേറ്റ്. അതായത് ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റുലേറ്റ് വന്നതെന്ന് ഞാനൊന്ന് പറഞ്ഞിട്ട് ആ പോസ്റ്റുലേറ്റ് എന്താന്ന് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ Schrödinger ഇക്വേഷൻ നമുക്ക് ഹൈഡ്രജൻ ആറ്റത്തിന് എക്സാക്ട്ലി അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ പറഞ്ഞു Schrödinger ഇക്വേഷൻ എക്സാക്ട്ലി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്, 1 ഇലക്ട്രോൺ സിസ്റ്റത്തിന് മാത്രമാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. നമുക്കറിയാം ഹൈഡ്രജൻ ആറ്റം എടുക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിന് 1 ഇലക്ട്രോണേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, Schrödinger ഇക്വേഷൻ എക്സാക്ട്ലി ആയിട്ട് എന്ത് ചെയ്യാം, ഹൈഡ്രജൻ ആറ്റത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഈ ഹൈഡ്രജൻ ആറ്റത്തിൽ Schrödinger ഇക്വേഷൻ അപ്ലൈ ചെയ്ത് അതിന്റെ ലൈൻ സ്പെക്ട്രം എടുക്കുമ്പോൾ നമുക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്പെക്ട്രം തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ അതിന്റെ ഹൈ റെസൊല്യൂഷൻ സ്റ്റഡീസ് നടത്തുമ്പോൾ ഈ സ്പെക്ട്രൽ ലൈൻസില് സിംഗിൾ ലൈൻസ് മാത്രമല്ല, ഹൈ റെസൊല്യൂഷൻ നോക്കുമ്പോൾ അതില് സ്ലൈറ്റ്ലി സെപ്പറേറ്റഡ് ആയിട്ടുള്ള ലൈൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ഒരു സിംഗ്ലറ്റിന് പകരം അവിടെ ഡബിളറ്റ് ഒക്കെ അപ്പിയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് അതെന്തുകൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ ഗോഡ്സ്മിത്തിന്റെയും ഉഹൽബെക്കിന്റെയും പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. അത് എന്തുകൊണ്ടാണ് വന്നതെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതായത് നമുക്ക് ഹൈഡ്രജൻ ആറ്റത്തില് Schrödinger ഇക്വേഷന് എക്സാക്ട്ലി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് നമ്മൾ അതിന് സ്പെക്ട്രോസ്കോപ്പിക്കൽ സ്റ്റഡീസ് ഒക്കെ നടത്തി ലൈൻ സ്പെക്ട്രം എടുക്കുമ്പോൾ ലോ റെസൊല്യൂഷനിൽ കറക്റ്റ് ആണ്, ഒരു സിംഗ്ലറ്റ് ആയിട്ടുള്ള സ്പെക്ട്രം തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ അതിന്റെ ഹൈ റെസൊല്യൂഷൻ സ്റ്റഡീസ് നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതില് സ്ലൈറ്റ്ലി സെപ്പറേറ്റഡ് ആയിട്ടുള്ള പെയർ ഓഫ് ലൈൻസ് ഉണ്ട്, അതായത് ഡബിളറ്റുകൾ വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഈ ഉഹൽബെക്കിന്റെയും അതേപോലെ ഗൗഡ്സ്മിത്തിന്റെയും പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആയോ? മനസ്സിലായോ നിങ്ങൾക്ക്? ആരും പറയുന്നില്ലല്ലോ. മനസ്സിലായി മിസ്. ഓക്കെ. അതായത് നമ്മള് പഠിച്ചൊരു കാര്യമുണ്ട്, ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റ് അല്ലെ. അതായത് ഒരു ഇലക്ട്രോൺ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന് എന്തുണ്ട്, ഒരു ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ഉണ്ട്. ആ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം നമ്മള് തേർഡ് മൊഡ്യൂളിൽ പഠിച്ചു. എൽ സ്ക്വയറിന്റെ വാല്യൂ എന്തായിരുന്നു, L × L+1 h². നിങ്ങൾ ഓർക്കുന്നുണ്ട് ഞാൻ വിചാരിക്കാണ്. L² YLM θ∅ ചെയ്തപ്പോ നമുക്ക് എന്താ കിട്ടിയേ, L × L+1 h² YLM θ∅. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ആംഗുലാർ മൊമെന്റത്തിന്റെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്,
L into L plus 1 H cross square ആണ്. അതേപോലെ സെറ്റ് കമ്പോണന്റും എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെറ്റ് കമ്പോണന്റിന്റെ എന്താ? M H ക്രോസ്. ഈ രണ്ട് ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ? മൊഡ്യൂൾ 3 നമ്മൾ പഠിച്ചതാണ്. സ്പെറിക്കൽ കോർമോണിക്സ് തന്നെയാണ് ഇതിന്റെ ഐഗൺ ഫംഗ്ഷൻ. ഇതിന്റെ ഐഗൺ വാല്യൂ ഇതാണ്. ചെറിയൊരു ഡെറിവേഷൻ പഠിച്ച് ഓർക്കുന്നുണ്ടോ? അതേപോലെ അപ്പൊ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റ് ഉണ്ടെന്ന് നമ്മൾ എന്തായാലും കണ്ടു. ഇതേപോലെ ഒരു ഇലക്ട്രോൺ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന് എന്തുണ്ടെന്ന് അറിയാമോ? സ്പിൻ ആംഗുലാർ മൊമെന്റും കൂടി ഉണ്ട്. അപ്പൊ സ്പിൻ ആംഗുലാർ മൊമെന്റും ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ഞാൻ നോട്ട് ഇതിന് ശേഷം പറഞ്ഞു തരാം കേട്ടോ. ഇപ്പൊ നിങ്ങൾ ക്ലാസ് കേട്ടാൽ മതി. S square is equal to S into S plus 1 H cross square. അതേപോലെ തന്നെ സെറ്റ് കമ്പോണന്റ് എന്ന് പറയുന്നത് M S H ക്രോസ് ആയിരിക്കും. അതായത് നമ്മൾ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റ് ഉള്ളത് പോലെ തന്നെ ഒരു ഇലക്ട്രോണ് എന്തുണ്ട്? സ്പിൻ ആംഗുലാർ മൊമെന്റോ ഉണ്ട്. അതാണ് നമ്മുടെ ഉഹൻബെക്കിന്റെ പോസ്റ്റുലേറ്റ് പറയുന്നത്. അത് വെച്ചിട്ടാണ് അവര് ആ ഡബിളറ്റ് എങ്ങനെ സ്പെക്ട്രത്തിൽ വരുന്നു എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ക്ലിയർ ആയി. ഏതാ? The Schrödinger equation provide a very good value for ionization energy of hydrogen atom, and also account for the line spectrum obtained by low resolution instruments. The spectroscopic lines which appear to be single lines at low resolution turn out to be a pair of slightly separated lines. Bracket leda a doublet when viewed under higher resolution. Goudsmit and Uhlenbeck. നമുക്ക് ഈ ആളുടെ പേര് ഇങ്ങനെ എഴുതാൻ പറ്റൂ കേട്ടോ. HLENBECK. Goudsmit and Uhlenbeck suggested that the doublet anomaly could be rationalized by considering the additional spin angular momentum. ഇനി ആ പോസ്റ്റ്ലേറ്റ്സ് ആണ്. അതായത് ഇവിടെ പറയുന്നത് എന്താണ്? ഡബ്ലറ്റ് കിട്ടുന്നതിന് കാരണം എന്താ? ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റത്തിന്റെ കൂടെ എന്തും കൂടി ഉണ്ട്? സ്പിൻ ആംഗുലാർ മൊമെന്റും കൂടി ഉണ്ട്. ഇനി എന്താണ് പോസ്റ്റ്ലേറ്റ് പറയുന്നത്? അതാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. പോസ്റ്റ്ലേറ്റ്സ് ഓഫ് Uhlenbeck and Goudsmit. First postulate.
For a single electron, there are only two spin eigenfunctions of S square and Sz. The eigenvalues of S square, and Sz are and the S into S plus 1 H cross square, and MS H cross respectively. അതാണ് ഫസ്റ്റ് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത്. Then സെക്കൻഡ് പോസ്റ്റുലേറ്റ്, അതായത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചൊരു കാര്യമുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ആംഗുലാർ മൊമെന്റത്തിന്റെ കമ്മ്യൂട്ടേറ്റിംഗ് പ്രോപ്പർട്ടി പഠിച്ചു. അതായത് Lx Ly is equal to IH cross LZ. അതേപോലെ Ly Lz is equal to IH cross LX. ഇങ്ങനത്തെ കമ്മ്യൂട്ടേറ്റിംഗ് പ്രോപ്പർട്ടി പഠിച്ചു. അതേപോലെ L square Lx equal to 0. ഇങ്ങനെയുള്ള ചില കമ്മ്യൂട്ടേറ്റിംഗ് പ്രോപ്പർട്ടീസ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ ഇതിലും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, സ്പിൻ ആംഗുലർ മൊമെന്റത്തിലും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതാണ് സെക്കൻഡ് പോസ്റ്റുലേറ്റ് പറയുന്നത്. The operator for spin angular momentum commute and combine in the same way as the operators for orbital angular momentum. Let S square, Sx, Sy and Sz represent spin operators. Then we can write the following expressions. നേരത്തെ ഇതുപോലെ തന്നെ Lx Ly ക്ക് പകരം എന്ത് ചെയ്താ Sx Sy Sz equal to Sx. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇതാണ് സെക്കൻഡ് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആണ്. ഇനി എന്തുകൊണ്ട് ആ ഡബ്ലറ്റിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ പറഞ്ഞില്ല, ഈ ഒരു കാര്യം കൂടി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡബ്ലറ്റ് കിട്ടും നമ്മൾ പറഞ്ഞു. ആ ഡബ്ലറ്റ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു തരാം, ഒപ്പം നിങ്ങൾക്ക് നോട്ട് ചെയ്താട്ടോ. നോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പൊ എങ്ങനെയാണ് ആ ഡബ്ലറ്റ് ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ വരുന്നത്, അതാണ് നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ the total angular momentum J is equal to L plus or minus S. അതിൽ L എന്ന് പറഞ്ഞാൽ എന്താ? ഓർബിറ്റൽ ആംഗുലർ ക്വാണ്ടം നമ്പർ. S എന്ന് പറയുന്നത് സ്പിൻ ആംഗുലർ ക്വാണ്ടം നമ്പർ, where L is the orbital angular quantum number, S is the spin angular quantum number. For the S state, അതായത് നമ്മുടെ S ഓർബിറ്റിൽ എടുക്കാന്ന് വിചാരിക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും നമ്മുടെ
എന്താ ഡിഗ്രിക്കൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമായിരിക്കും. എസ് ഓർബിറ്റിൽ വരാണെങ്കിൽ എല്ലിന്റെ വാല്യൂ എത്രയാ? ഫോർ എസ് ഓർബിറ്റൽ എൽ ഈക്വൽ ടു എന്താ പഠിച്ചിട്ടുണ്ടാവുമല്ലോ? എസ് പി ഡി എഫ്. എല് 0 ആണ്, പിക്ക് 1 ആണ്, ഡിക്ക് 2 ആണ്, എഫിന് 3 ആണ്. ഫോർ എസ് സ്റ്റേറ്റ് എൽ ഈക്വൽ ടു 0. ഫോർ എസ് സ്റ്റേറ്റ് എൽ ഈക്വൽ ടു 0. പിന്നെ നമുക്കറിയാം എസിന്റെ വാല്യൂ ഒന്നുകിൽ എന്താവാം, പ്ലസ് ഹാഫ് ആവാം, അല്ലെങ്കിൽ എസിന്റെ വാല്യൂ എന്താവാം, മൈനസ് ഹാഫ് ആവാം. സ്പിൻ ആംഗുലർ ക്വാണ്ടം നമ്പർ നമ്മൾ 2 വാല്യൂസ് പഠിച്ചിട്ടുള്ളൂ, പ്ലസ് ഹാഫും മൈനസ് ഹാഫും. പ്ലസ് ഹാഫും മൈനസ് ഹാഫും. അപ്പൊ നമുക്ക് ജെ കണ്ടുപിടിക്കാം. ജെ ഇസ് ഈക്വൽ ടു എന്താ വരാ? ജെ ഇസ് ഈക്വൽ ടു എൽ പ്ലസ് 0 പ്ലസ് എസ് ഹാഫ്. അപ്പൊ നമുക്ക് കിട്ടി ഹാഫ് എന്ന്. ഇനി മൈനസ് ഹാഫ് അപ്ലൈ ചെയ്യുകയാണെങ്കിലോ 0 മൈനസ് ഹാഫ് ഈക്വൽ ടു മൈനസ് ഹാഫ്. 2 വാല്യൂസ് ആണ് എസ് ഓർബിറ്റലിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടിയത്, പ്ലസ് ഹാഫും മൈനസ് ഹാഫും. ജെ ക്യാൻ ഓൺലി ബി പോസിറ്റീവ്. ജെക്ക് പോസിറ്റീവ് ആയിട്ട് മാത്രം നിൽക്കാനായിട്ട് പറ്റുള്ളൂ. ജെ ക്യാൻ ഓൺലി ബി പോസിറ്റീവ്. ജെ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പൊ നമുക്ക് ഏത് വാല്യൂ മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഹാഫ് എന്ന വാല്യൂ മാത്രമേ എസിന് ചൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. Therefore, for the S state, J is equal to half. For the S state, J is equal to half. ഇതുവരെ ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ക്ലിയർ. ഇനി വീണ്ടും അടുത്ത് നമുക്ക് നോക്കാം. ഫോർ ദ പി സ്റ്റേറ്റ്, ഫോർ ദ പി സ്റ്റേറ്റ്, പിക്ക് എല്ലിന്റെ വാല്യൂ എന്താ നോക്കിക്കേ? എന്താ എല്ലിന്റെ വാല്യൂ? എല്ലിന്റെ വാല്യൂ എന്താ കൊടുത്തിരിക്കണേ? 1. എൽ ഈക്വൽ ടു 1. അപ്പൊ നമുക്ക് ജെ കണ്ടുപിടിക്കാം. സ്പിൻ ക്വാണ്ടം നമ്പർ ഒന്നുകിൽ പ്ലസ് ഹാഫ് ആവാം, അല്ലെങ്കിൽ മൈനസ് ഹാഫ് ആവാം. നമ്മള് പ്ലസ് 2 തൊട്ട് പഠിക്കുന്നതാണ്. നമ്മൾ ആ പോളിസ് എക്സ്ക്ലൂഷനും ഹാഫ് പ്രിൻസിപ്പിളും ഒക്കെ പഠിച്ച ക്വാണ്ടം നമ്പർ ആണ്, അത്രേ ഉള്ളൂ. അപ്പൊ 1 പ്ലസ് ഹാഫും പറ്റും, 1 മൈനസ് ഹാഫും പറ്റും. 1 പ്ലസ് ഹാഫ് ആവുമ്പോ എത്ര കിട്ടുന്ന ആൻസർ? 3/2. 1 മൈനസ് ഹാഫ് ആവുമ്പോ 1/2. ജെയുടെ വാല്യൂ പോസിറ്റീവ് ആണ്, ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ 2 വാല്യൂസ് പി സ്റ്റേറ്റിന് പോസിബിൾ ആണ്. ഫോർ ദ പി സ്റ്റേറ്റ് ജെ ഇസ് ഈക്വൽ ടു എന്താ കിട്ടി? 3/2 കിട്ടി, 1/2 കിട്ടി. ഇനി നമുക്കറിയാം ട്രാൻസിഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലോട്ടാണ് എന്ത് നടക്കുന്നത്? സ്പെക്ട്രത്തിലെ ട്രാൻസിഷൻ വരുന്നത്, അല്ലെ? അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കേ, നമ്മുടെ ഇത് മാത്രമായിട്ട് ഞാൻ എഴുതാട്ടോ. ഇത് എഴുതി കഴിഞ്ഞില്ലേ നിങ്ങളുടെ? എസ് സ്റ്റേറ്റിൽ നമുക്ക് കിട്ടിയത് ഹാഫ് ആണ്. പി സ്റ്റേറ്റിൽ നമുക്ക് കിട്ടിയത് എന്താ? 3/2, 1/2 ആണ് നമുക്ക് കിട്ടിയത്, അല്ലെ? അപ്പൊ എനർജി ട്രാൻസിഷൻ വരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സ്പെക്ട്രം കിട്ടുന്നത്. അപ്പൊ പി സ്റ്റേറ്റ് എടുക്കുമ്പോ അതിൽ ഏതൊക്കെ ലൈൻസ് ഉണ്ട്? 1/2 ഉണ്ട്, അതേപോലെ എന്തുണ്ട്? 3/2 ഉണ്ട്. പിക്ക് കറസ്പോണ്ടിങ് ആയിട്ട്. എസിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ ഉള്ളത്? 1/2. അപ്പൊ എനർജി ട്രാൻസിഷൻ നടക്കുമ്പോൾ എവിടേക്കൊക്കെ ട്രാൻസിഷൻ നടക്കും? ഇവിടെ നിന്ന് എസിൽ നിന്ന് ഈ പിയിലോട്ടും ട്രാൻസിഷൻ നടക്കാം, എസിൽ നിന്ന് ഈ 3/2 എന്ന് പറഞ്ഞ പിയിലോട്ടും ട്രാൻസിഷൻ നടക്കാം. അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സിംഗ്ലറ്റിന് പകരം ഡബിളറ്റ് സ്പെക്ട്രത്തിൽ കിട്ടുന്നത്. അതായത് ഫോർ എസ് സ്റ്റേറ്റ് 1/2 മാത്രമേ ഉള്ളൂ. പി സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ 1/2 ഉണ്ട്, 3/2 ഉണ്ട്. അപ്പൊ എസിൽ നിന്ന് പിയിലോട്ട് ട്രാൻസിഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? 1/2 to 1/2 നടക്കും, അതേപോലെ 1/2 to 3/2 നടക്കും. അതുകൊണ്ടാണ് സിംഗ്ലറ്റിന് പകരം ഡബിളറ്റ് നമുക്ക് സ്പെക്ട്രത്തില് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണ് മിസ്. അപ്പൊ ഇതുവരെ എഴുതിയതിനു ശേഷം ഇങ്ങനെ എഴുതാം. The doublet lines are explained. The doublet lines are explained on the basis of
on the basis of two transitions. On the basis of two transition. ഏതൊക്കെയാ ട്രാൻസിഷൻ എന്ന് പറയുന്നത്? S equal to L0 ആണ്. എസിന്റെ വാല്യൂ ഹാഫ് ആണ്. ജെയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് ഹാഫ് ആണ്. അതിൽ നിന്ന് എങ്ങോട്ട് ട്രാൻസിഷൻ എടുക്കാം? P എല്ലിന്റെ വാല്യൂ 1 ആണ്. എസിന്റെ വാല്യൂ -1/2 ആണെങ്കിൽ J equal to 1/2. ഇതാണ് ഒരു ട്രാൻസിഷൻ. എസിൽ നിന്ന് പിയുടെ 1/2 ട്രാൻസിഷൻ. ഇനി അടുത്ത ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ സെയിം എസിൽ നിന്നാണ് L0 എസ് ഹാഫ് ആണ്, J 1/2 ആണ്. അതിൽ നിന്ന് P L equal to 1, S equal to എന്താ? ഹാഫ് ആണ്. അവിടെ J equal to എന്താണ്? 3/2 ആണ്. ഈ രണ്ട് ട്രാൻസിഷന്റെ ബേസിലാണ് ഡബ്ലറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോ രണ്ട് ആംഗുലർ മൊമെന്റംസ് നമ്മൾ കൺസിഡർ ചെയ്യണം. സ്പിൻ ആംഗുലർ മൊമെന്റും കൺസിഡർ ചെയ്യണം, ഓർബിറ്റൽ ആംഗുലർ മൊമെന്റും കൺസിഡർ ചെയ്യണം. ക്ലിയർ ആയോ പറഞ്ഞത്? ക്ലിയർ ആണോ? ക്ലിയർ ആണ് മിസ്. ഇനി നമുക്ക് ഇതില് ഒരു ചെറിയൊരു ഇക്വേഷനും കൂടി പഠിക്കാനുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മുടെ ഈ മൊഡ്യൂള് തീരാണ്. പിന്നെ ഒരു സ്പിൻ ഓപ്പറേറ്റർ ഉണ്ട്, അത് 6 മൊഡ്യൂള് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ 6 മൊഡ്യൂളിൽ അത് എടുത്തു തരാം. അവിടെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി അത് മനസ്സിലാവും. അപ്പൊ ഞാനത് 6 മൊഡ്യൂൾ എടുക്കാം. അപ്പൊ ഇനി നമുക്ക് ആ ലാസ്റ്റ് ഇക്വേഷനും കൂടി പഠിക്കാം. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫെർമി ഡിറാക് ഇക്വേഷൻ. ഇത് എക്സാമിന് 1 വെയിറ്റേജിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് പഠിക്കുക. ഇക്വേഷൻ എന്താണ്? ഫെർമി ഡിറാക് ഇക്വേഷൻ. ഫെർമി ഡിറാക് ഇക്വേഷൻ. ആ ഇക്വേഷൻ മാത്രമേ പഠിക്കുള്ളൂ. ആ ഇക്വേഷൻ പഠിക്കുക. ബീറ്റ mc² പ്ലസ് സിഗ്മ k equal to 1 to 3 ആൽഫ k pk c psi xt is equal to IH cross dou psi xt by dou t. Equation എഴുതി കഴിഞ്ഞോ? എഴുതി മിസ്. Where m is the mass of electron. Where m is the mass of electron. C is the speed of light. P is the momentum operator. X and T are the space and time coordinates. X and T are the space and time coordinates. പിന്നെ നിങ്ങളൊരു ടേംസ് കാണുന്നുണ്ട്, ബീറ്റ എന്നും ആൽഫ കെ എന്ന് പറയുന്നത്. ഇറ്റ് റെപ്രസെന്റ്സ് ദ മെട്രിസസ്. Beta and alpha k represent the metric 4/4 matrices. 4/4 matrices. ഇത്രയാണ് നമുക്ക് ഈ മൊഡ്യൂളില് പഠിക്കാനുള്ളത്. ഇതോടുകൂടി നമ്മുടെ ഈ ക്ലാസ് കഴിഞ്ഞു, മൊഡ്യൂളിന്റെ ക്ലാസ് കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇനി അടുത്ത അവർ അതിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഈ മൊഡ്യൂളിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം കേട്ടോ.